പമ്പയിൽ നിന്നും ശബരീശ സന്നിധിയിലേക്കുള്ള യാത്രയിൽ പശ്ചിമഘട്ട മലനിരകളിൽ അത്യപൂർവമായി കാണുന്ന ആയിരക്കണക്കിന് വൻമരങ്ങളാണ് തലയുയർത്തി നിൽക്കുന്നത്. അയ്യപ്പന്റെ പൂങ്കാവനത്തിലേക്കുള്ള ഭക്തരുടെ യാത്ര കാടറിവുകൾ പകരാനുള്ള യാത്ര കൂടിയായി മാറുകയാണ്. എത്ര ആസ്വദിച്ചാലും മതിവരാത്തതാണ് അയ്യപ്പന്റെ പൂങ്കാവനത്തിന്റെ വശ്യ സൗന്ദര്യം. നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ആയിരക്കണക്കിന് വൻമരങ്ങളാണ് വനത്തിനുള്ളിൽ വളരുന്നത്. ശരണപാതയിലും വൻമരങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട്. അഗസ്ത്യാർകുടം മലനിരകളിലേതുപോലെ തന്നെ നിരവധിയായ ഔഷധ സസ്യങ്ങളുടെ കേന്ദ്രം കൂടിയാണ് ശബരിമല. എന്നാൽ തീർത്ഥാടകരിൽ പലർക്കും ഇതേക്കുറിച്ചുള്ള അറിവുകൾ അന്യമാണ്. പടുകൂറ്റൻ മരങ്ങൾ മുതൽ ചെറുചെടികൾ വരെ ഇവിടെ തഴച്ചു വളരുന്നു. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് വരുന്ന പാതയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൽമാണിക്യം, മുളവ്, കാരാഞ്ഞിലി, 30 മീറ്ററിൽ അധികം ഉയരത്തിൽ വളരുന്ന പുന്നപ്പയിൽ, മടക്ക, വെള്ളാഗിൽ, കറുത്താഗിൽ, ചീനി, കമ്പകം, പമ്പരം, അമ്പഴം, പൂഞ്ഞാവ്, കടുക്ക, വെള്ളക്കുന്തിരിക്കം, കറുത്ത കുന്തിരിക്കം, തേക്ക്, ഈട്ടി, കരിവീട്ടി, രുദ്രാക്ഷം, ഭദ്രാക്ഷം തുടങ്ങി 300-ലധികം സ്പീഷീസിൽപ്പെട്ട വൃക്ഷങ്ങളാൽ സമ്പന്നമാണ് ശബരിമല കാടുകൾ. പമ്പയിൽ നിന്നുള്ള ശരണപാതയിലുള്ള ഓരോ വൃക്ഷങ്ങളിലും അവയുടെ പേരും ശാസ്ത്രീയ നാമവുമടക്കം വനം വകുപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരങ്ങൾ നേരിട്ട് കണ്ട് തിരിച്ചറിയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഓരോ മരങ്ങളിലും പേരുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് വനം വകുപ്പ് അധികൃതർ പറയുന്നു.